നമ്മളൊരു യാത്ര പോവുകയാണ്. ഈ യാത്ര ഒറ്റ വഴിക്കല്ല. കൊട്ടാരക്കരയിൽ നിന്ന് വ്യത്യസ്തമായ 4 ഇടങ്ങളിലേക്ക് പോകണം. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ വൈറലായ 4 മെമ്പർമാരെ കാണാനാണ് പോകുന്നത്. അവർ ഇപ്പോൾ എന്തു ചെയ്യുന്നു എന്നറിയണം. ആദ്യമെത്തിയത് പത്തനാപുരം ഗ്രാമപഞ്ചായത്തിൽ. പഞ്ചായത്ത് അംഗമായ സാജു ഖാനാണ് ഇവിടത്തെ താരം. ഒന്നല്ല, ഒരുപിടി വൈറൽ സമരങ്ങളാണ് സാജു ഖാൻ നടത്തിയത്. പത്തനാപുരത്തെ ചന്ത ഇല്ലാതായതിനെതിരെ പഞ്ചായത്തിന് മുന്നിൽ മീൻ കച്ചവടം. ശ്മശാനം പണിയാൻ 20 വർഷം മുൻപ് സ്ഥലം വാങ്ങിയിട്ടും പണി നടത്താത്തതിൽ പ്രതിഷേധിച്ച് ശവപ്പെട്ടിയുമായി പ്രതിഷേധം. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ KSRTC ബസ്സിലെ പ്ലാസ്റ്റിക് കുപ്പി പരിശോധനയ്ക്കെതിരെ പത്തനാപുരം KSRTC സ്റ്റാൻഡിലെത്തി പ്ലാസ്റ്റിക്കുകൾ പെറുക്കിയുള്ള പ്രതിഷേധം. കളിസ്ഥലമില്ലാത്തതിനെതിരെ നടുറോഡിൽ ഫുട്ബോൾ കളിച്ച് പ്രതിഷേധം. അങ്ങനെ നീളുന്നു സാജു ഖാന്റെ വ്യത്യസ്ത സമരങ്ങൾ. കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് ജയിച്ച സാജു ഖാൻ ഇത്തവണ മത്സര രംഗത്തില്ല. നമ്മൾ പ്രതീകാത്മകമായി സമരം ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് റീൽസുകളിലൂടെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും ആളുകളിലേക്ക് എത്തുന്നു എന്ന് മനസ്സിലാക്കിയിട്ടാണ് അത് ആ വിഷയം നമ്മൾ ഉയർത്തുന്ന വിഷയം ജനങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് അത്തരം സമരങ്ങൾ സെലക്ട് ചെയ്യാനുള്ള കാരണം. പത്തനാപുരത്തു നിന്ന് നേരെ പുനലൂരിലേക്ക്. നഗരസഭാ കൗൺസിലറായ ഷൈൻ ബാബു ആണ് ഇവിടത്തെ താരം. കുടിവെള്ളം പൊട്ടിയൊഴുകുന്നതിനെതിരെ പുനലൂർ ചെങ്കോട്ട റോഡിൽ കട്ടിലിട്ട് ഒരു ദിവസം കിടന്നു. കുടിവെള്ള പ്രശ്നത്തിനെതിരെ വാട്ടർ അതോറിറ്റിയിൽ പോയി ഒരു ദിവസം കുളിയും പാസാക്കി. ഇത്തവണ മത്സരിക്കാൻ സീറ്റില്ലെങ്കിലും കേരള കോൺഗ്രസ് B സ്ഥാനാർത്ഥികൾക്കായുള്ള പ്രചരണ തിരക്കിലാണ് ഷൈൻ ബാബു. ഇല്ല, ഇത്തവണ മത്സരിക്കുന്നില്ല. എല്ലാ ഭാഗങ്ങളും നമുക്ക് അനുകൂലമാകത്തില്ലല്ലോ. ഇപ്രാവശ്യം വനിതാ സീറ്റാണ്. അടുത്ത യാത്ര തലവൂരിലേക്ക്. തലവൂരിൽ കാണേണ്ടത് പഞ്ചായത്ത് അംഗമായിരുന്ന രഞ്ജിത്തിനെയാണ്. നവകേരള സദസ്സ് പഞ്ചായത്തിലെത്തിയ ദിവസം ശരീരമാകെ വെള്ള പെയിന്റ് അടിച്ചായിരുന്നു പ്രതിഷേധം. വാർഡിൽ തുടർച്ചയായി കറണ്ട് കട്ട് പതിവായതോടെ 10ഓളം വീട്ടുകാരുടെ കറണ്ട് ബില്ലുകൾ ചില്ലറ തുട്ടുകളാക്കി ചാക്കിൽ KSEB ഓഫീസിൽ കൊണ്ടുപോയും പ്രതിഷേധിച്ചു. എന്നെ കൊണ്ട് സഹായിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കറുത്ത ശരീരത്തിനെ ഈ പെയിൻ്റ് അടിച്ച് എന്നെ വെള്ളയാക്കുക എന്നുള്ള കാര്യങ്ങൾ. നമ്മളൊരു സമരം ചെയ്യുന്നത് എന്താണ്? അത് വിജയിപ്പിച്ചെടുക്കുക. ജനങ്ങൾക്ക് ആവശ്യം എന്താണോ അത് നിറവേറ്റി കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ സമരങ്ങൾ വിജയിപ്പിക്കണമെങ്കിൽ ജനപിന്തുണ വേണം. രഞ്ജിത്തും ഇത്തവണ മത്സരത്തിനില്ല. BJPക്കായുള്ള പ്രചരണത്തിന് മുന്നിലുണ്ട്. ഒടുവിൽ ഇട്ടിവ പഞ്ചായത്തിലെത്തി. ഇവിടെ മെമ്പർ വൈറലായത് സമരം ചെയ്തല്ല. ആ സമയം അങ്ങനത്തെ ഒരു സമയം കൊറോണ സമയമായിരുന്നു. അങ്ങനെ രസകരമായ ഒരു അനുഭവം തന്നെ ആയിരുന്നു. പിന്നീട് ഇപ്പോഴും അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴും വളരെ സന്തോഷം തോന്നുന്നു എന്നുള്ളതാണ്. വാർഡ് മെമ്പറായ അഫ്സൽ കോവിഡ് കാലത്ത് ബൈക്കിൽ വന്നപ്പോൾ സംഭവിച്ച രസകരമായ സംഭവം CCTVയിൽ കുടുങ്ങിയതാണ്. 4ാമത്തെ വൈറൽ മെമ്പറും ഇത്തവണ മത്സരത്തിനില്ല. കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാനുള്ള തിരക്കിലാണ് അഫ്സൽ. ചിരിപ്പിച്ചവരോട്, ചിന്തിപ്പിച്ചവരോട്, ജനങ്ങളോട് സേവനം ചെയ്തവരോട് ഈ ബോർഡിലെ വാചകം മാത്രം പറയുന്നു. ക്യാമറാമാൻ രാജ്കിരണിനും അമലിനുമൊപ്പം സലിം മാലിക്, 24 കൊട്ടാരക്കര. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.